കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നിനക്ക് പരിചയമുണ്ടല്ലോ. നിനക്ക് ഇത് തന്നെ വേണം. എനിക്കൊരു രണ്ടാം കല്യാണം കഴിപ്പിച്ചെന്ന് പറഞ്ഞ കേക്കില്ല. പക്ഷെ ചാണകവറലുണ്ടാക്കാൻ ഞാൻ തന്നെ പഠിപ്പിക്കണം. ചീച്ചി, ഇതെങ്ങനെ ഞാൻ എന്റെ കൈ കൊണ്ട് തൊടും? പിന്നെ ചാണകം എന്ന് പറഞ്ഞ ഷിറ്റ് അല്ലാണ്ട് സ്വീറ്റ് ആകുമെന്ന് വിചാരിച്ചോ? ഇതിന് നല്ല സ്മെല്ലുണ്ട് ആന്റി. ഐ കാന്റ് മോം. ഇതിന്റെയൊക്കെ കാരണം നിന്റെ അച്ഛൻ ഒരുത്തനാ. വേറെ വഴിയില്ല. ശരി, ആരംഭിക്കാം. ആദ്യത്തെ ചീട്ടന്റെ ഭാര്യയ്ക്കാണെന്ന് പറഞ്ഞ് ഓടിച്ചെന്നങ്ങ് എടുത്തില്ലേ? അതുകൊണ്ട് നിങ്ങൾ തന്നെ അങ്ങ് തുടങ്ങിയാ മതി. ഓക്കെ, ആരംഭിക്കാം. ആഹാ, ബ്രദർ അടിപൊളിയായിട്ടാണല്ലോ വറലി ഉണ്ടാക്കുന്നത്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളത് പോലെ തോന്നുന്നുണ്ടല്ലോ. പിന്നല്ലാണ്ട്, എന്റെ ജീവിതം അവിടെ നിന്നല്ലേ ആരംഭിച്ചത്. കോലം പോലും നാടാ നീരം
കളകളം വളതര കാണാ കാറ്റിൽ കുറുക കിളികുലം കൂത്താടും വഴിയേ തൂവൽ പാലം തേടിപ്പോവാ മൊഴിയേ മഴമുകിൽ ചിമിഴുമായി മാനം നീളെ പൊഴിയാ വെയിലിലും വേരോടും പകലിൽ എന്താടി ഛർദിക്കാൻ വരുന്നോ? ഛർദിക്കാൻ വരുന്നോടി? ഞാൻ ഇപ്പൊ തന്നെ 10 വരലുണ്ടാക്കി. നീ ഇതുവരെ തുടങ്ങിയിട്ടേ ഇല്ലല്ലോ. വേഗം ആവട്ടെ. ഇതുപോലെ ഉരുട്ടിയെടുത്തേ. 1 2 3 4 അടിക്ക്. ഒരടി ചുമരിലടിക്കാൻ പറഞ്ഞപ്പോ എന്റെ മുഖത്തേക്കാണോടി അടിക്കുന്നേ? നാശം പിടിച്ചവനെ, എന്റെ മുഖം കണ്ടിട്ട് നിങ്ങക്ക് ചോരായിട്ടാണോ തോന്നിയേ? സോറി ആന്റി. സോറി അംബികെ. വേഗം പോയി പോയി ഒരു കുറച്ച് ബക്കറ്റ് വെള്ളം വെള്ളം കൊണ്ടുവാ. പോ. നോക്കി മതി. വാ വരലുണ്ടാക്ക്. വാ. ചാടകേ വരല് ചുമരിലേക്ക് ചുമരിലടിക്കണം. ഇടേണ്ട. അല്ലാതെ എന്റെ മുഖത്തല്ല. അല്ല, എന്റെ മുഖത്തേക്കല്ല.
ഏട്ടാ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അഭി എന്തിനാ പുറത്ത് കിടക്കുന്നത്? സിറ്റിയിലെ വീട്ടിലെ AC റൂമിൽ ഉറങ്ങി ഏട്ടനെ ബോറടിച്ച് കാണും. അതായിരിക്കും പുറത്തു വന്ന് ഇങ്ങനെ കിടന്നുറങ്ങുന്നത്. അതല്ലടാ, ആ പെണ്ണിനോട് പറഞ്ഞിരുന്നു. ഏത് പെണ്ണിനോട്? അവന്റെ ഭാര്യയോട്. എന്താ പറഞ്ഞത്? അത് നിന്നോട് എന്തിനാ, ഞാൻ അവനോട് പറഞ്ഞോളാം. അയ്യോ, മോനെ അഭി, എന്തിനാ മോനെ പുറത്ത് കിടക്കുന്നേ? പുറത്ത് കിടക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് എയർ കിട്ടുമല്ലോ മുത്തശ്ശി, അതുകൊണ്ടാണ് ഇവിടെ വന്ന് കിടന്നേ. എന്തിനാ മോനെ നീ ഇവിടെ കിടക്കുന്നേ? പിന്നെ വസുവിന്റെ അടുത്ത് ആരും എടുക്കും? അവള് കുട്ടികളോടൊപ്പം കിടന്നോളൂ. അവൾ എന്താ അടക്കോഴിയാണോ കുട്ടികളുടെ കൂടെ തന്നെ കിടക്കാൻ? അവളെപ്പോഴും കുട്ടികളെ കൂടെ തന്നെ കിടക്കുന്ന മുത്തശ്ശി. ഇപ്പൊ നീ ഉണ്ടല്ലോ ഇവിടെ. ഞാനിപ്പോ ഇവിടെ കിടക്കുകയല്ലേ. അങ്ങനെയല്ല അബി, അവള് നിന്നോടൊന്നും പറഞ്ഞില്ലേ? അവൾ എന്നോടെന്ത് പറയാനാ? അവളോട് ഞാൻ പറഞ്ഞതാണല്ലോ. എന്താ പറഞ്ഞത്? അത് നിന്നോട് പറയുന്നില്ല, ഞാൻ അവളോട് പറഞ്ഞോളാം. അല്ല മുത്തശ്ശി, അമ്മേ, ഒരു കഥ പറഞ്ഞുതരോ? ഇപ്പോഴോ? ഇപ്പൊ ഉണ്ണിക്ക് കഥ പറഞ്ഞു തന്നാ അനുവിനും കീർത്തിക്കും ഡിസ്റ്റർബൻസ് ആവും. അതെ, എനിക്ക് ഡിസ്റ്റർബൻസ് ആയിരിക്കും. അത് കുഴപ്പമില്ല, കഥ കേൾക്കാനു. കഥ കേട്ടാലേ എനിക്ക് ഉറക്കം വരൂ. പ്ലീസ് അനു, കഥ കേൾക്കാം. ഓക്കേ അമ്മേ, കഥ പറയേ. ശരി. പണ്ടൊരു നാട്ടില് ഒരു സുന്ദരനായ രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് എന്ത് ചെയ്തു എന്ന് വെച്ചാലേ, മോളെ വസു, എന്റെ കൂടെ ഒന്ന് പുറത്തേക്ക് വന്നേ. എന്തു പറ്റി മുത്തശ്ശി? എത്ര പ്രാവശ്യം പറഞ്ഞു, വീണ്ടും വീണ്ടും പറയണോ? മുത്തശ്ശി എന്താ പറഞ്ഞു വരുന്നേ? നിന്റെ ഇഷ്ടത്തിന് നീ കുട്ടികളുടെ കൂടെ കിടക്കാൻ പോവേണോ? നിന്നോട് ഞാൻ അവന്റെ കൂടെ ഒന്ന് കിടക്കണമെന്ന് പറഞ്ഞില്ലേ? അത് വെളിയിൽ കിടക്കുകയാണ് അവൻ. പോയിട്ട് അവനോട് അകത്തേക്ക് വരാൻ പറ. ഞാനോ? പിന്നെ ഞാൻ പറയണോ? ഞാൻ എങ്ങനെയാ ഏട്ടനോട്? എന്താ മോളെ, ഒരുമിച്ചില്ലെങ്കിൽ ആപത്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിനക്ക്? ഞാൻ പറയുന്നതിലൊന്നും നിനക്ക് അല്പം പോലും ബഹുമാനമില്ലേ? നിന്റെ ഭർത്താവിന്റെ ആരോഗ്യത്തെ പറ്റി നിനക്ക് അല്പം പോലും ചിന്തയില്ലേ? നിന്റെ അമ്മായിയോട് പറയട്ടെ. അതൊന്നും വേണ്ട മുത്തശ്ശി. നീ എന്ത് ചെയ്യുന്നു എന്ന് എനിക്കറിയണ്ട. ഈ 3 ഉത്സവ ദിവസത്തിലും നിങ്ങൾ ഒന്നിച്ചു ചേർന്നേ മതിയാവൂ. മുത്തശ്ശി, അത് പിന്നെ എനിക്ക്... നീ ഒന്നും പറയണ്ട. കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകാൻ ഞാൻ ഭാവനയോട് പറയാം. ഞാൻ പോയി പാല് കൊണ്ടുവരാം. നീ പോയി അഭിയോട് റൂമിൽ വന്ന് കിടക്കാൻ പറ. മനസ്സിലായില്ലേ? അയ്യോ ഈശ്വര, ഞാൻ എന്ത് പറഞ്ഞിട്ടാ ഏട്ടനകത്തേക്ക് വിളിക്കുക? വന്നു കഴിഞ്ഞ പിന്നെ എന്ത് ചെയ്യും? ഈശ്വര, എന്നെ പരീക്ഷിച്ചു മതിയായില്ലേ? എന്താ ജയന്തി നീ പറയുന്നേ? അതെ ഏട്ടാ, അഭിയും വസു ഒന്നു ചേരണമെന്ന് അമ്മ പറഞ്ഞിരുന്നു. അവര് പറഞ്ഞാ മാത്രം മതിയോ? വസുവിനും അഭിക്കും താല്പര്യം വേണ്ടേ? എത്ര നാൾ ഇങ്ങനെ ഇരിക്കും? എന്തെങ്കിലും ഒരു ദിവസം ഒന്നു ചേർന്നല്ലേ പറ്റൂ. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരുമിച്ചോളും. എന്തിനാ വെറുതെ ഫോഴ്സ് ചെയ്യുന്നേ? അവരുടനെ ഒന്നിച്ചില്ലെങ്കിൽ വലിയൊരു ആപത്ത് സംഭവിക്കും. അങ്ങനെ ചെറിയമ്മ പറഞ്ഞതാണോ അതോ നീ അങ്ങ് തീരുമാനിച്ചോ? ആര് പറഞ്ഞാലെന്താ? കല്യാണം കഴിഞ്ഞു ഒന്നു ചേരാതിരുന്ന തെറ്റ് തന്നെയാ. ശരിയും തെറ്റുമൊക്കെ അവനവനാ തീരുമാനിക്കേണ്ടത്, അല്ലാതെ മറ്റുള്ളവരല്ല. മുതിർന്നവരൊന്നും അങ്ങനെ വെറുതെ പറയില്ലല്ലേട്ടാ. ജോലിയും കൂലി ഇല്ലാത്തവർക്ക് അങ്ങനെ പലതും പറഞ്ഞു നിൽക്കും. അതൊക്കെ കേട്ട് തല പുണ്ണാക്കാൻ നിൽക്കണ്ട നീ. പറഞ്ഞത് കേട്ടില്ലെങ്കിൽ വലിയ ആപത്താവും.
അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി. എന്തെങ്കിലും സംഭവിച്ചോ? അബിക്ക് വെടിയേറ്റില്ലായിരുന്നോ? ജീവൻ ആപത്തുണ്ടാകുന്ന അവസ്ഥ വന്നില്ലേ? അത് യഥാർത്ഥത്തിൽ ഒരു ആക്സിഡന്റ് ആയിരുന്നില്ലേ? ഈ കാരണം കൊണ്ടാണെന്ന് നമുക്കെങ്ങനെ പറയാൻ പറ്റും? ഇപ്പൊ എന്ത് സംഭവിച്ചാലും അതുകൊണ്ടാണ് നടന്നെന്ന് പറയും. പറയുന്നവര് പറഞ്ഞോണ്ട് പോട്ടെ, അവർക്ക് എന്താ നഷ്ടം? നഷ്ടം സംഭവിക്കുമെന്നല്ലേ അവര് പറഞ്ഞത്. ഇതൊന്നും ശരിയായിരിക്കില്ല ജയന്തി. അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്നത് അത്ര ശരിയല്ല. അവര് രണ്ടുപേരും അന്യരൊന്നും അല്ലല്ലോ, ഭാര്യയും ഭർത്താവും അല്ലേ. ഒരുമിക്കാതിരുന്നാലല്ലേ തെറ്റ്, ചേർന്നാൽ തെറ്റില്ലല്ലോ. മനസ്സുകൾ തമ്മിൽ ചേരാതെ മനുഷ്യരൊന്നിക്കുന്നത് വളരെ കഷ്ടമാണ് ഭാവനെ. അബിക്കും വസുവിനും തമ്മിൽ മനസ്സുകൊണ്ട് ഒരുപാട് ഇഷ്ടമാണ് ഏട്ടാ. അത് അവർക്ക് പരസ്പരം ബഹുമാനം ഉള്ളത് കൊണ്ടുള്ള ഇഷ്ടമാ. ആ ബഹുമാനം ഇനി പിരിയാൻ വയ്യാത്ത പ്രണയം ആവണം. എന്നാ മാത്രമേ അവർക്ക് ഒരുമിക്കാൻ പറ്റൂ. നീ പറയുന്നത് കേട്ട് അവരൊന്നിക്കുന്നത് നിനക്ക് ഇഷ്ടമില്ലാന്ന് തോന്നുന്നു. എന്ത് വർത്തമാനോ പറയുന്നത് ജയന്തി? ഈ കാര്യം വെച്ച് വസുവിനോട് വഴക്കുണ്ടാക്കാൻ പോകണോ നീ? വീണ്ടും അബിക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ വെറുതെ ഇരിക്കുന്നു കരുതണ്ട. അത് വസുവാണെങ്കിലും ആരായിരുന്നാലും ശരി. അവരൊന്നു ചേരണമെന്ന് തന്നെ എന്റെ ആഗ്രഹം. പക്ഷേ അത് അവരുടെ ഇഷ്ടപ്രകാരമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഈ കാര്യം വെച്ച് അമ്മ വഴക്കിടുവാണെങ്കിൽ അത് ശരിയാവും ഏട്ടാ. ഇപ്പൊ തന്നെ അമ്മയ്ക്ക് ചെറിയ ദേഷ്യമുണ്ട്. അതും സത്യം തന്നെയാ. പാവം എടുത്ത് ഇപ്പോഴും ഒരു വലിയ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വന്നത്. അത് കഴിഞ്ഞപ്പോ ദാ വീണ്ടും വേറൊരു പ്രശ്നം. അവര് തമ്മിൽ ഒന്നായില്ലെങ്കിൽ ഉറപ്പായിട്ടും എന്തെങ്കിലും സംഭവിക്കും അഖിൽ. അവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ നിങ്ങളുടെ മുത്തശ്ശി നന്നായി ശ്രമിക്കുന്നുണ്ട് അഖിൽ. എന്തൊക്കെ സംഭവിക്കുമെന്തോ, കാത്തിരുന്ന് കാണാം. എന്താടി ഇവിടെ ആരെങ്കിലും തടസ്സം ചെയ്തിട്ടുണ്ടോ? എന്തിനാ പിന്നെ അവിടെ നിൽക്കുന്നേ? അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി. പോകുന്നോ ഇല്ലയോ? ഞാൻ പറയുന്നത് ഒരു തവണയെങ്കിലും കേൾക്കും മുത്തശ്ശി. ഞാൻ നിന്റെ അമ്മായിയെ കൂട്ടിക്കൊണ്ടുവരാം. ഭാവനയോട് പറഞ്ഞ് കുട്ടികളെ എന്റെ മുറിയിൽ ഉറങ്ങാൻ കിടത്തിയിട്ടുണ്ട്. നീ ആ സമയം കളയുന്നേ, വേഗം ചെല്ല്. അവനെ അകത്തേക്ക് കൂട്ടിയിട്ട് വാ. വസുന്ധര, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? അത് എന്തെങ്കിലും പറയാനുണ്ടോ? അതെ. എന്നാ പറയ്. അത് എന്താ വസു? അത് പുറത്ത് നല്ല തണുപ്പുണ്ടല്ലേ ഏട്ടാ? എനിക്ക് ഈ തണുപ്പൊന്നും വലിയ പ്രശ്നമില്ല. പിന്നെ പുതപ്പുണ്ടല്ലോ. മഞ്ഞ് കുറച്ച് കൂടുതലല്ലേ ഏട്ടാ? അത് കുഴപ്പമില്ല, എനിക്ക് മഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടന് ചിലപ്പോ ജലദോഷം പിടിച്ചാലോ? അയ്യോ, അങ്ങനെ ജലദോഷമൊന്നും വരില്ലെന്നേ. കൊതുവിന്റെ ശല്യം കൂടുതലല്ലേ ഇവിടെ? എന്നിട്ടൊന്നും കാണുന്നില്ലല്ലോ. ഒരുപക്ഷെ വന്നാ? ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നോണ്ടാ. ഇവിടെ ഒരു കൊതുകുമില്ല. ഞാനിവിടെ ഒരുപാട് തവണ വന്നിട്ടുള്ളതാ. ഈ സ്ഥലത്തെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കൊന്നും സംഭവിക്കില്ല. താൻ പോയി കിടക്കാൻ നോക്ക്.
വസുന്ധര, അറിയോക്കെ? എന്താ പറ്റിയേ? അത് കുട്ടികള്. ഓ, കുട്ടികൾ കിടന്നായിരുന്നോ? മുത്തശ്ശിയുടെ റൂമിൽ ഉറങ്ങി. ആണോ? എനിക്ക് പേടിയായതുകൊണ്ടാ. അല്ല, പേടിക്കുന്ന എന്തിനാ? ഞാൻ ഒറ്റയ്ക്ക് റൂമിൽ കിടക്കണ്ടേ? പേടിയാവുന്ന ഏട്ടാ. തനിക്ക് പേടിയോ? അത് പിന്നെ പുതിയ സ്ഥലമായതുകൊണ്ടാ. പ്ലീസ് ഡോണ്ട് മൈൻഡ്. ഏട്ടൻ. ഓക്കെ, വെയിറ്റ്. ഐ ഗോട്ട് ഇറ്റ്. ഞാൻ വരാം. എന്റെ വാട്ടർ ബോട്ടിൽ കൊണ്ട് എടുത്തേക്ക്. ഇതാ മോളെ, ഈ പാല് കൊണ്ടുപോ. മണിയറയിലേക്ക് കൊണ്ടുപോകേണ്ടതേ വെള്ളമില്ല, പാലാ. പാലോ? പാലൊക്കെ എന്തിനാ മുത്തശ്ശി? നിന്റെ ഭർത്താവിന്റെ തലയിൽ ഒഴിച്ച് അഭിഷേകം ചെയ്യാൻ. ഒന്നും അറിയാത്തവളെ പോലെ ചോദിക്കുന്നു. ഇന്ന് നിങ്ങളുടെ ആദ്യ രാത്രി.